അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ വിക്ർ സ്വലാത്ത് എന്ന നമ്മുടെ ഈ ആത്മീയ സദസ്സിലേക്ക് റബ്ബിന്റെ കാരുണ്യം ആഗ്രഹിച്ചു വന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർക്കും ഹൃദ്യമായ സ്വാഗതം. അള്ളാഹു നമ്മുടെ ഈ ഇരുത്തം, ഈ കേൾവി നാളെ മഹ്ശറയിൽ നമുക്കൊരു തണലായി, സ്വർഗത്തിലേക്കുള്ള വഴിയായി സ്വീകരിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന, എന്നാൽ നമ്മൾ പലപ്പോഴും കണ്ണു തുറന്നു കാണാൻ മറന്നു പോകുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മൾ എല്ലാവരും സ്നേഹം ആഗ്രഹിക്കുന്നവരാണ്, അല്ലേ? ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കൊതിക്കുന്നത് സ്നേഹിക്കപ്പെടാനാണ്. ഉമ്മയുടെ സ്നേഹം, ഇണയുടെ സ്നേഹം, മക്കളുടെ സ്നേഹം, കൂട്ടുകാരുടെ സ്നേഹം, ഇതിനെല്ലാം വേണ്ടി നമ്മൾ എത്രമാത്രം അലയുന്നു. പക്ഷെ ഈ ദുനിയാവിലെ എല്ലാ സ്നേഹത്തിനും ഒരു പരിധിയുണ്ട്. എന്നാൽ നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ നോക്കി വളർത്തുന്ന 70 ഉമ്മമാർ സ്നേഹിക്കുന്നതിനേക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന ഒരു റബ്ബുണ്ട്. ആ റബ്ബിന്റെ സ്നേഹം, അള്ളാഹുവിന്റെ മൊഹബ്ബത്ത്, അത് നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ്? നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, റബ്ബേ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നീ എന്റെ കൂടെയുണ്ടോ? ഇന്ന് നമ്മൾ തിരിച്ചറിയാൻ പോകുന്നത് ആ വലിയ സത്യത്തെയാണ്. അള്ളാഹുവിന്റെ സ്നേഹം അത് ആകാശത്തു നിന്ന് അത്ഭുതമായി ഇറങ്ങി വരണമെന്നില്ല. അത് നമ്മുടെ നിത്യജീവിതത്തിൽ, നമ്മുടെ ഓരോ ശ്വാസത്തിലും, നമ്മൾ കാണുന്ന ഓരോ കാഴ്ചയിലും ഒളിഞ്ഞിരിപ്പുണ്ട്. ആ രഹസ്യങ്ങൾ, ആ അടയാളങ്ങൾ നമ്മളൊന്ന് തിരിച്ചറിഞ്ഞാൽ വല്ലാത്തൊരു സമാധാനമാണ് കൽബിന്. നമ്മുടെ ദിവസം തുടങ്ങുന്നത് തന്നെ ആ സ്നേഹത്തിന്റെ അടയാളത്തോടെയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇന്നലെ രാത്രി നമ്മൾ ഉറങ്ങാൻ കിടന്നു. ഉറക്കം എന്നത് ഒരു ചെറിയ മരണമാണ്. നമ്മുടെ റൂഹിനെ അള്ളാഹു പിടിച്ചെടുക്കുന്നു. എത്രയോ പേർ ഇന്നലെ രാത്രി ഉറങ്ങിയവർ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ടില്ല. പക്ഷേ ഞാനും നിങ്ങളും ഇന്ന് രാവിലെ കണ്ണു തുറന്നു. ആ കണ്ണു തുറന്ന നിമിഷം അള്ളാഹു നമ്മളോട് പറയുകയാണ്, എന്റെ അടിമയെ, നിനക്ക് ഞാൻ ഒരവസരം കൂടി തരുന്നു. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നീ എന്നിലേക്ക് മടങ്ങാൻ ഞാൻ കാത്തിരിക്കുന്നു. രാവിലെ എഴുന്നേറ്റ് നമ്മൾ ആ ചൂടുള്ള ചായ കുടിക്കുമ്പോൾ, അല്ലെങ്കിൽ ദാഹിക്കുമ്പോൾ, ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അത് അള്ളാഹുവിന്റെ സ്നേഹമാണെന്ന്? വെള്ളത്തിന് അള്ളാഹു രുചിയില്ലാത്തവനാക്കാമായിരുന്നു, അല്ലെങ്കിൽ ഉപ്പുരസമുള്ളതാക്കാമായിരുന്നു. പക്ഷേ വരണ്ടുണങ്ങിയ തൊണ്ടയിലേക്ക് ആ തണുത്ത വെള്ളം ഇറങ്ങുമ്പോൾ കിട്ടുന്ന ആശ്വാസം, അൽഹംദുലില്ലാഹ് എന്ന് നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന ആ നിമിഷം, അത് റബ്ബ് നമ്മോട് പറയുന്ന സ്നേഹമാണ്. എന്റെ അടിമ ദാഹിക്കരുത്, അവൻ ആശ്വസിക്കണം എന്ന റബ്ബിന്റെ കരുതലാണ്. നമ്മൾ പുറത്തിറങ്ങുന്നു, തിരക്കുള്ള റോഡിലൂടെ നടക്കുന്നു, അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്നു. എത്രയോ അപകടങ്ങൾ നമ്മുടെ കൺമുന്നിലൂടെ കടന്നു പോകുന്നു. പെട്ടെന്നൊരു വണ്ടി നമ്മുടെ അടുത്തെത്തി ബ്രേക്ക് ഇടുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ തെന്നി വീഴാൻ പോയിട്ട് വീഴാതെ പിടിച്ചു നിൽക്കുമ്പോൾ നമ്മൾ പറയും ഭാഗ്യമെന്ന്. അല്ല സഹോദരങ്ങളെ, അത് ഭാഗ്യമല്ല, അത് അള്ളാഹുവിന്റെ കൈകളാണ്. കാണാത്ത കൈകൾ കൊണ്ട് അവൻ നമ്മളെ താങ്ങി നിർത്തുകയാണ്. ഇപ്പോൾ നിനക്കൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന റബ്ബിന്റെ തീരുമാനമാണത്. ആ സമയത്ത്, ആ നിമിഷത്തിൽ റബ്ബ് നിങ്ങളെ മാത്രം ശ്രദ്ധിക്കുന്നു. അത് അവന്റെ സ്നേഹമല്ലേ? ഇനി നമുക്ക് പ്രകൃതിയിലേക്കൊന്ന് നോക്കാം. അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രകടനമാണ് ഈ പ്രകൃതി. പച്ചപ്പും കുളിർക്കാറ്റും മഴയുമെല്ലാം. ആർക്കു വേണ്ടിയാണ് അള്ളാഹു ഇതൊക്കെ ഒരുക്കിയത്? നമുക്ക് വേണ്ടി മാത്രമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പൂവിനെ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? അതിന്റെ ഇതളുകളിലെ നിറങ്ങൾ, അതിന്റെ മണം, ആരാണ് അവിടെ പെയിന്റ് അടിച്ചത്? ആർക്കു വേണ്ടിയാണ് ആ പൂവ് വിരിഞ്ഞത്? അത് കാണുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷം തോന്നുന്നില്ലേ? ആ സന്തോഷം, അത് അള്ളാഹു നിങ്ങൾക്ക് അയച്ച ഒരു കത്താണ്. എന്റെ അടിമയെ, നീ ഇത് കണ്ട് സന്തോഷിക്കണം. ഈ ലോകം ഞാൻ നിനക്ക് വേണ്ടി എത്ര സുന്ദരമായാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് റബ്ബ് നമ്മളോട് പറയുകയാണ്. നമ്മുടെ വീട്ടുമുറ്റത്ത് വന്നിരുന്ന് പാടുന്ന കിളികൾ, വൈകുന്നേരത്തെ ആകാശത്തിലെ ചുവപ്പ് നിറം, മുഖത്ത് തഴുകുന്ന തണുത്ത കാറ്റ്, ഇതെല്ലാം വെറുതെ സംഭവിക്കുന്നതല്ല. നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്കായി മാത്രം ഡിസൈൻ ചെയ്ത സമ്മാനങ്ങളാണത്. ഒരു കാമുകൻ തന്റെ കാമുകിക്ക് സമ്മാനങ്ങൾ നൽകി സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ, അതിനേക്കാൾ എത്രയോ മടങ്ങ് പരിശുദ്ധമായി അള്ളാഹു തന്റെ അടിമകളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഓരോ നിമിഷവും. ഇനി നമ്മുടെ ശരീരത്തിലേക്കൊന്ന് നോക്കൂ. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഹൃദയം മിടിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഉറങ്ങുമ്പോഴും ശ്വാസകോശം ശ്വാസമെടുക്കുന്നു. കണ്ണിന്റെ പോളകൾ നിമിഷം തോറും അടഞ്ഞു തുറന്ന് കണ്ണിനെ സംരക്ഷിക്കുന്നു. ഇതിനെല്ലാം നമ്മൾ സ്വിച്ചിടേണ്ടതുണ്ടോ? എന്റെ അടിമ ജീവിക്കണം, അവന് പ്രയാസമുണ്ടാകരുത് എന്ന് കരുതി ഉള്ളിൽ ഒരു വലിയ ഫാക്ടറി തന്നെ അള്ളാഹു നടത്തിക്കൊണ്ടുപോകുന്നു. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, നാവുകൊണ്ട് രുചി അറിയുന്നു. അള്ളാഹുവിന് വേണമെങ്കിൽ ഭക്ഷണത്തിന് രുചിയില്ലാതാക്കാമായിരുന്നു. വിശപ്പ് മാറാൻ വേണ്ടി മാത്രം മണ്ണ് തിന്നാൽ മതിയാകുന്ന അവസ്ഥയാക്കാമായിരുന്നു. പക്ഷേ ബിരിയാണിയുടെ രുചി, പായസത്തിന്റെ മധുരം, പഴങ്ങളുടെ സ്വാദ്, ഇതെല്ലാം എന്തിനാണ് അവൻ നൽകിയത്? നമ്മൾ ആസ്വദിക്കണം, നമ്മൾ സന്തോഷിക്കണം എന്ന് അവന് നിർബന്ധമുള്ളതുകൊണ്ടാണ്. ഓരോ ഉരുളച്ചോറ് വായിൽ വെക്കുമ്പോഴും അത് അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെ ഉരുളയാണെന്ന് ഓർക്കാൻ നമുക്ക് കഴിയണം. പക്ഷേ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ സ്നേഹം സുഖസൗകര്യങ്ങളിൽ മാത്രമല്ല ഉള്ളത്. ചിലപ്പോൾ കണ്ണുനീരിലും വേദനയിലും റബ്ബിന്റെ സ്നേഹം ഒളിഞ്ഞിരിപ്പുണ്ട്. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ വലിയ പരീക്ഷണങ്ങൾ വരും. വിചാരിക്കാത്ത സമയത്ത് രോഗം വരും, സാമ്പത്തിക നഷ്ടം വരും, പ്രിയപ്പെട്ടവർ മരിക്കും, അല്ലെങ്കിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതെ പോകും. ആ സമയത്ത് നമ്മൾ സങ്കടപ്പെട്ട് ചോദിക്കും, റബ്ബേ, നീ എന്നെ വെറുത്തുവോ? എനിക്ക് മാത്രം എന്താണിങ്ങനെ? പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതെന്താണ്?
അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ അവനെ അവൻ പരീക്ഷിക്കും. ഒരു ഉമ്മ തന്റെ കുട്ടിക്ക് അസുഖം വരുമ്പോൾ കുട്ടി കരഞ്ഞാലും അവന് കൈപ്പേറിയ മരുന്ന് കൊടുക്കില്ലേ? കുട്ടിക്ക് വേദനിച്ചാലും ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുക്കില്ലേ? അത് ആ ഉമ്മക്ക് കുട്ടിയോട് ദേഷ്യമായതുകൊണ്ടാണോ? അല്ല, ആ കുട്ടി രക്ഷപ്പെടണം എന്ന സ്നേഹം കൊണ്ടാണ്. അതുപോലെ നമ്മുടെ റബ്ബ് ചിലപ്പോൾ നമുക്ക് കൈപ്പേറിയ അനുഭവങ്ങൾ നൽകും. അത് നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാനാണ്, നമ്മളെ ശുദ്ധിയുള്ളവരാക്കി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ്. കാലിലൊരു മുള്ളു തറച്ചാൽ പോലും അതിന് പകരമായി അള്ളാഹു നമ്മുടെ ഒരു പാപം പുറത്തു തരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ? ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾക്ക് വലിയൊരു സങ്കടം വന്നു, ആരും സഹായിക്കാനില്ല. ആ സമയത്ത് നിങ്ങൾ വുളു എടുത്ത് മുസ്വല്ലയിൽ കയറി സുജൂദിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു, റബ്ബേ എന്ന് വിളിച്ചു. ആ കരച്ചിലിൽ, ആ സുജൂദിൽ നിങ്ങൾക്ക് വല്ലാത്തൊരു സമാധാനം കിട്ടിയില്ലേ? റബ്ബിനോട് വല്ലാത്തൊരു അടുപ്പം തോന്നിയില്ലേ? ആ അടുപ്പം, അതാണ് അള്ളാഹു ഉദ്ദേശിച്ചത്. നിങ്ങൾ ദുനിയാവിന്റെ തിരക്കിൽ അവനെ മറന്നുപോയപ്പോൾ എന്റെ അടിമ എന്നിലേക്ക് മടങ്ങി വരട്ടെ, എന്റെ അടുത്തിരുന്ന് അവനൊന്ന് വർത്തമാനം പറയട്ടെ എന്ന് റബ്ബ് ആഗ്രഹിച്ചു. അതിനുവേണ്ടി അവൻ തന്ന ഒരു ചെറിയ തട്ടൽ മാത്രമാണ് ആ പരീക്ഷണം. ആ വേദനയിലൂടെ അവൻ നിങ്ങളെ മാറോടണയ്ക്കുകയായിരുന്നു. അതവന്റെ സ്നേഹമല്ലേ? ചിലപ്പോൾ നമ്മൾ ഒരു കാര്യം ആഗ്രഹിക്കും, അത് കിട്ടാൻ വേണ്ടി ഒരുപാട് ദുആ ചെയ്യും. പക്ഷേ അത് നടക്കില്ല, നമ്മൾ നിരാശരാകും. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകും, അന്ന് അത് കിട്ടാതിരുന്നതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന്. നമുക്ക് അറിയാത്ത വരാനിരിക്കുന്ന വലിയ ആപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ റബ്ബ് നമ്മുടെ ഇഷ്ടങ്ങളെ തടഞ്ഞുവെക്കും. അതും അവന്റെ സ്നേഹമാണ്. ചോദിക്കുന്നത് തരുന്നവൻ മാത്രമല്ല, ചോദിക്കുന്നത് തടയുന്നവനും നമ്മളെ സ്നേഹിക്കുന്നവനാണ്. കാരണം നമുക്ക് വേണ്ടത് എന്താണെന്ന് നമ്മളെക്കാൾ നന്നായി അറിയുന്നത് അവനാണ്. നമ്മുടെ തെറ്റുകൾ മറച്ചുവെക്കുന്ന റബ്ബ്, അതാണ് അവന്റെ സ്നേഹത്തിന്റെ മറ്റൊരു വലിയ അടയാളം. നമ്മൾ എത്ര തെറ്റുകൾ ചെയ്യുന്നു, രഹസ്യമായി എത്ര പാപങ്ങൾ ചെയ്യുന്നു, ഇതൊക്കെ ജനങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു? ആർക്കും മുഖം കൊടുക്കാൻ പറ്റുമായിരുന്നില്ല. പക്ഷേ അള്ളാഹു അസ്സത്താറാണ്. അവൻ നമ്മുടെ ന്യൂനതകൾ മറച്ചുവെക്കുന്നു. ജനങ്ങളുടെ മുന്നിൽ നമുക്കവൻ ഇസ്സത്ത് നൽകുന്നു. അവൻ നമ്മളെ നാണം കെടുത്തുന്നില്ല. ഇനിയെങ്കിലും എന്റെ അടിമ നന്നാകുമല്ലോ എന്ന് കരുതി അവൻ കാത്തിരിക്കുന്നു. ഇത്രയും ക്ഷമയുള്ള സ്നേഹം വേറെ ആർക്കുണ്ടാകും? എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ അടയാളം എന്താണെന്നോ? ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾ ഈ വീഡിയോ കാണുന്നു അല്ലെങ്കിൽ കേൾക്കുന്നു എന്നത് തന്നെയാണ്. ഈ തിരക്കുള്ള ലോകത്ത് എത്രയോ ആളുകൾ പാട്ടിലും സിനിമയിലും വിനോദങ്ങളിലും മുഴുകി ജീവിക്കുമ്പോൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഒരു സംസാരം കേൾക്കാൻ അള്ളാഹു നിങ്ങൾക്ക് തോന്നിപ്പിച്ചില്ലേ? നിങ്ങളുടെ വിരലുകൾ കൊണ്ട് ഈ വീഡിയോ ക്ലിക്ക് ചെയ്യിപ്പിച്ചില്ലേ? എന്തിനാണ് അവൻ അത് ചെയ്തത്? കാരണം അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ അവനെ ഓർക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കൽബിൽ ഈമാനിന്റെ വെളിച്ചം കെട്ടുപോകാതെ കാത്തുസൂക്ഷിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. അള്ളാഹുവിന് നിങ്ങളോട് സ്നേഹമില്ലായിരുന്നെങ്കിൽ നിങ്ങളെ അവൻ അവഗണിച്ചേനെ. പക്ഷേ അവൻ നിങ്ങളെ കൈവിട്ടില്ല. നിങ്ങളെ കൊണ്ട് അള്ളാഹു എന്ന് വിളിപ്പിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. ഈ കേൾക്കുന്ന ഓരോ നിമിഷവും അള്ളാഹുവിന്റെ സ്നേഹമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇനി മുതൽ നമ്മുടെ കണ്ണുകൾ തുറക്കാം. വെറുതെ നോക്കിയാൽ പോരാ, ഉൾക്കണ്ണുകൊണ്ട് കാണണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാ, റബ്ബ് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നു എന്ന് ചിന്തിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ റബ്ബ് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് എനിക്ക് വിശപ്പടക്കാൻ പറ്റി എന്ന് ചിന്തിക്കുക. കാറ്റും മഴയും വെയിലും കാണുമ്പോൾ റബ്ബിന്റെ സ്നേഹം ഓർക്കുക. എന്തിനേറെ പറയുന്നു, ഒരു ചെറിയ പനി വന്ന് കിടക്കുമ്പോൾ പോലും എന്റെ റബ്ബ് എന്റെ പാപങ്ങൾ കഴുകി എന്നെ വൃത്തിയാക്കുകയാണ് എന്ന് സമാധാനിക്കുക. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിൽ അള്ളാഹുവിന്റെ ഒരു ഹിക്മത്ത്, യുക്തി ഉണ്ടാകും. അതിൽ അവന്റെ ഒരു സ്നേഹസ്പർശം ഉണ്ടാകും എന്ന് വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിച്ചാൽ പിന്നെ ഒരു കാര്യത്തിലും നമുക്ക് പരാതി ഉണ്ടാവില്ല. മുഖത്ത് എപ്പോഴും പുഞ്ചിരി ഉണ്ടാകും, കൽബിൽ എപ്പോഴും സമാധാനമുണ്ടാകും. റബ്ബ് നമ്മളോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ ഒരു ചെറിയ ശതമാനമെങ്കിലും തിരിച്ച് അവനോട് കാണിക്കാൻ നമുക്ക് കഴിയണം. അത് വലിയ കാര്യങ്ങൾ ചെയ്തിട്ടല്ല, മറിച്ച് അവൻ തന്ന അനുഗ്രഹങ്ങൾക്ക് അൽഹംദുലില്ലാ എന്ന് പറയുന്നതിലൂടെയാണ്. ശുക്ർ ചെയ്യുന്ന അടിമകളെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. റബ്ബേ, നീ തന്നതിനും തരാത്തതിനും നിനക്ക് സ്തുതി. നീ തന്ന സന്തോഷത്തിനും നീ തന്ന സങ്കടത്തിനും നിനക്ക് സ്തുതി. ഈ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. നമ്മൾ കരുതുന്നതിലും എത്രയോ അടുത്ത്, നമ്മുടെ കണ്ഠനാടിയേക്കാൾ അടുത്ത് റബ്ബ് നമ്മളെ സ്നേഹിച്ചു കൂടെയുണ്ട്. ആ സ്നേഹം തിരിച്ചറിയാനുള്ള ബസീറത്ത്, ഉൾക്കാഴ്ച അള്ളാഹു നമുക്ക് നൽകട്ടെ. നമുക്ക് റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. യാ അല്ലാഹ്, യാ റബ്ബൽ ആലമീൻ, ഞങ്ങളെ അതിരറ്റ് സ്നേഹിക്കുന്ന ഞങ്ങളുടെ റബ്ബേ, നിന്റെ സ്നേഹം തിരിച്ചറിയാൻ കഴിയാത്ത അശ്രദ്ധയിലായിപ്പോയി ഞങ്ങൾക്ക് നീ പൊറത്തു തരണേ അള്ളാഹുവേ. നിമിഷം തോറും നീ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നിനക്ക് ശുക്ർ ചെയ്യുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ. ഞങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെയും പരീക്ഷണങ്ങളെയും നിന്റെ സ്നേഹമായി കണ്ട് ക്ഷമിക്കാനുള്ള കരുത്ത് നീ ഞങ്ങൾക്ക് നൽകണേ. ദുനിയാവിലെ വ്യാജമായ സ്നേഹങ്ങൾക്ക് പിന്നാലെ പോയി വഴിതെറ്റാതെ നിന്റെ മുഹബ്ബത്തിൽ ജീവിച്ച് നിന്റെ മുഹബ്ബത്തിൽ മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ. ഞങ്ങളുടെ മാതാപിതാക്കൾ, മക്കൾ, ഇണകൾ, സഹോദരങ്ങൾ എല്ലാവരിലും നീ സ്നേഹവും കാരുണ്യവും നിറച്ചു നൽകണേ. നാളെ മഹ്ശറയിൽ നിന്നെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ എന്റെ അടിമയെ എന്ന് നീ വിളിക്കുന്നത് കേൾക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റബ്ബേ.
സ്വർഗത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയും നിന്റെ സ്നേഹഭാജനങ്ങളായ സ്വാലിഹീങ്ങളുടെ കൂടെയും ഞങ്ങളെ നീ ഒന്നിപ്പിക്കണേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് സമാധാനത്തോടെ ജീവിക്കാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.